പത്മാവതി കൃഷി വ്ളോഗ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നിപ്പോൾ ഇവിടെ കാണിക്കാൻ പോകുന്നത് വെച്ചാൽ ഞാനിപ്പോൾ ഇടാം നമ്മളെ ഈ സോപ്പ് ബാഗിൽ ഞാൻ പിന്നെ ഇത് നട്ടിനായിരുന്നു, ക്യാരറ്റ് അല്ല ബീറ്റ്റൂട്ട്. ആ ബീറ്റ്റൂട്ടിന് നമുക്ക് ലേശം ആട്ടുംവളം പൊടിച്ച വളം ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് കുറേശ്ശെ ഇട്ട് കൊടുത്താൽ കായ് നല്ലപോലെ വണ്ണം വെക്കും. ആട്ടിൻ്റെ വളം അതും കൂടി 2 കിലോ ഉണ്ടായത്. ഇതിൻ്റെ ചുറ്റും കുറച്ച് തുറന്നിട്ട് ഇതേപോലെ മാന്തി പറിച്ചിട്ട് ഇവിടെ കുറച്ച് വളം ഇട്ട് കൊടുക്കട്ടെ. നല്ല വളം ഇത് കുറേ ഇട്ട് കൊടുത്താൽ നമുക്ക് കിഴങ്ങ് വേഗം വണ്ണം വെക്കും. ബീറ്റ്റൂട്ട് നല്ലപോലെ വണ്ണം വെക്കും. അതിനാണ് ഞാനിപ്പോൾ ഇതോടെ കൊടുക്കുന്നത്. കണ്ടില്ലേ, ഈ സോപ്പ് ബാഗിൽ നട്ടതാണിത്. നമുക്കൊന്ന് ഉഷാറായിട്ട് കൊണ്ടുപോകാൻ പറ്റുമോ നോക്കാമല്ലോ. അതിനാണ് ഞാനിപ്പോൾ ഈ വളം ഇട്ട് കൊടുക്കുന്നത്. കണ്ടില്ലേ, ഈ ആട്ടും വളം നല്ല വളമാണ്. നമുക്കത് കൊടുക്കാൻ കഴിയുന്ന അത്രയും അതിന് പാട് പൈസയുണ്ട്. പക്ഷെ എന്നാലും നമുക്കിപ്പോൾ അത് കൊടുക്കാണ്ടിരിക്കാൻ കഴിയില്ലല്ലോ. നല്ലോണം നന്നാണെന്നുണ്ടെങ്കിൽ ആട്ടുംവളം കൊടുക്കണം. ഉണ്ടാ അല്ലേ, ഇതിപ്പോൾ ഇതുപോലെ ഞാൻ ഇതിനെല്ലാറ്റിനും കൊടുക്കട്ടെ. ഇവിടെ കുറേ ഉണ്ട്. ഇനി കളയെല്ലാം പുല്ലെല്ലാം പറിച്ച് കളഞ്ഞ് വൃത്തിയാക്കിയിട്ട് വേണം കൊടുക്കാൻ. അല്ലെങ്കിൽ ഉണ്ടല്ല, അല്ലെങ്കിൽ ഇത് പിന്നെ പോയി പോവും. വൃത്തിയാക്കിയിട്ടിലേക്ക് ഉണ്ടല്ല, ഇത് പോയി പോവും. അതാണ് ഞാനിപ്പോൾ ഇതിങ്ങനെ വൃത്തിയാക്കി കൊടുക്കണം. കളയെല്ലാം നിറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പുല്ലും കളിയെല്ലാം കറിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇതാകെ നല്ല വൃത്തിയാക്കി കൊടുക്കണം. എന്ത് സാധനം ഉണ്ടെങ്കിലും നമ്മൾ ആദ്യം കളയെല്ലാം പറിച്ചിട്ട് കൊടുത്ത് നടുത്ത് കടന്നാൽ മാത്രമേ ഇത് നമുക്ക് ഉഷാറായിട്ട് വരുള്ളൂ. അല്ലെങ്കിൽ ഉണ്ടല്ല, ഇത് അത്രക്ക് ഉഷാറാവില്ല. അതിനാണ് ഞാൻ കുറച്ച് ആട്ടുംവളം ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് വേഗം ഉഷാറായിട്ട് വരാൻ കഴിയും. അതിനാണ് ഞാൻ ആട്ടുംവളം ഇട്ട് കൊടുക്കുന്നത്. കാണുന്നില്ലേ, ഇവിടെ നട്ട് കൊടുത്തിട്ടുണ്ട്. എല്ലാം പൊടിച്ചിന്, പക്ഷേ എല്ലാം ചേച്ച് കിട്ടാൻ പ്രയാസമാണ്. എന്താ വെച്ചാൽ എന്തല്ലോ ഈ ചൂടിൻ്റെ സമയം കാലം എല്ലാം അങ്ങനെ ആയതുകൊണ്ട് പ്രയാസമുണ്ട്. പക്ഷെ എന്നാലും ഞാൻ പ്രയാസമെല്ലാം കളഞ്ഞിട്ട് മാറ്റിയിട്ട് ഞാൻ പണിയെടുത്ത് കൊടുക്കുന്നുണ്ട്. നമുക്കത് നന്നായി കിട്ടാൻ വേണ്ടി തന്നെയാണ് ഞാൻ പണിയെടുത്ത് കൊടുക്കുന്നത്. ഉണ്ടല്ലേ, എല്ലാ പുല്ലും കളിയെല്ലാം പറിച്ച് വൃത്തിയാക്കി കൊടുക്കണം. എന്നാലും മാത്രമേ നമുക്ക് കിഴങ്ങെല്ലാം ഇഷ്ടംപോലെ ഉണ്ടാവില്ല. ഇല്ലെങ്കിൽ ഉണ്ടാവില്ല. ഉണ്ടാ ഇതിൻ്റെ അടിയിൽ നിന്ന് ബീറ്റ്റൂട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ നല്ലപോലെ വൃത്തിയാക്കണം. കാടും വെള്ളം കയറിയാൽ വൃത്തിയാവില്ല. അപ്പോൾ ആ സമയത്ത് നമ്മൾ നല്ലപോലെ അതിൻ്റെ അടിയിൽ നല്ലപോലെ പൊടിയിട്ടത് കാടും വെള്ളം ഇട്ടുകൊണ്ട് ഉണ്ടാ ഇതേപോലെ കുറേശ്ശെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ആട്ടുംവളം എന്ന് വെച്ചാൽ നല്ല വളമാണ്. നമ്മളെ കാല് വളത്തേക്കാട്ടില്ല അസൽ വളമാണ്. ഇത് കിട്ടുമെങ്കിൽ അത്രയും നല്ലതാണ് നമുക്ക് ഇടുന്നുണ്ടെങ്കിൽ. ഉണ്ടല്ലേ, ഇതേപോലെ ഇട്ട് കൊടുക്കുക. അതേപോലെ ഞാൻ ഈ വലിയ തീരും ഇട്ട് കൊടുക്കുന്നുണ്ട്. അതാ വലിയ ഇതിനും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതും കൂടി കുറച്ച് വണ്ണം വെക്കട്ടെ. അത് വിളവെടുക്കാനായിപ്പോയി. പക്ഷെ ഞാനിപ്പോൾ എടുക്കുന്നില്ല. വിളവെടുക്കാനായിനി, പക്ഷെ കുറച്ചും കൂടി വണ്ണം വെക്കണം. അതിൻ്റെ ചപ്പ് തേച്ച് പോട്ടെ, അന്നേരം അത്രയും വണ്ണം വെച്ച് കിട്ടുമല്ലോ. അതാണ് ഇല്ലേ, ഇതാ ഈ കിഴങ്ങ് വണ്ണം വെക്കുന്നുണ്ട്. ഇനി ഞാൻ കുറേശ്ശെ ഇട്ട് കൊടുക്കട്ടെ. ആട്ടുംവളം ഇട്ട് കൊടുത്താലേ നല്ലവണ്ണം വണ്ണം വെച്ചോളും. കണ്ടാ, അയ്യോ അത് പൊട്ടിപ്പോയല്ലോ. ഇവിടെ കുറച്ച് വളം ഇട്ട് കൊടുക്കാം. വണ്ണം വെക്കട്ടെ. അതില്ലേ, ആട്ടുംവളം സ്ഥലമാണ്. ഇനി കുറച്ച് വെള്ളവും നനച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഇത് കണ്ടല്ലോ. തക്കാളിക്കും കുറച്ച് ഇട്ട് കൊടുക്കട്ടെ. ഇത് തക്കാളി ഉണ്ട്, അതും കൂടി നമുക്കൊന്ന് ഇട്ട് കൊടുക്കാലോ. കുറച്ച് എല്ലാറ്റിനും നല്ലതാണ് ആട്ടുംവളം, അസലാണ്. അതിന് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇത് ഇട്ട് കൊടുക്കുന്നത്.
ഉണ്ടല്ലോ, നിങ്ങൾ കണ്ടില്ലേ? ഇനിയിപ്പം ഇത് ഇട്ട് കൊടുത്തു. ഇനിയിപ്പം കുറച്ച് ക്യാരറ്റും അല്ല ഇത് കോളിഫ്ലവറും കാബേജും കൂടി ഉണ്ട്. ഞാൻ ഇന്നാൾ നട്ടു കൊടുത്തേ, അതിനും കൂടി ഞാനൊന്ന് കുറേശ്ശെ അയ്യാട്ടുമ്പോൾ ഇട്ട് കൊടുക്കട്ടെ. എന്നിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഉണ്ടല്ലേ, ഇതിനും കൂടി കുറേശ്ശെ ഇങ്ങനെ ചുറ്റും ഇട്ടിട്ട് ഇത് ഇതിനിടയ്ക്ക് പൊടിപ്പിച്ച പിന്നെ ഇതാണ് ഇത് കോളിഫ്ലവറിൻ്റെയും ഇരുന്ന് മുളപ്പിച്ച തൈ നട്ടതായത്. ഇപ്പം കണ്ട, ഇപ്പം കുറച്ച് ഉഷാറായിട്ടുണ്ട്. കണ്ടില്ലേ? ഞാനിപ്പോൾ ഇതിനെല്ലാം ഇട്ട് കഴിഞ്ഞു. കണ്ടില്ലേ? ഇതിനെല്ലാം ഞാൻ ആട്ടുമ്പോൾ ഇട്ട് കൊടുത്തു. ഇനിയിപ്പോൾ നമുക്ക് നല്ല ഉഷാറായിട്ട് ആ വകയി ഇനിയിപ്പോൾ ഇത്രയേ ഉള്ളൂ. ഞാൻ നാളെ വേറെ വീഡിയോ ആയിട്ട് കൊണ്ടുവരുന്നവരെ നിങ്ങൾക്ക് ഇനിയിപ്പോൾ എൻ്റെ ഇത് കാണിച്ചു തരാമല്ലോ. ഇത് കണ്ടില്ലേ? അതാ കേബേജ് അത്ര ഉഷാറായില്ല. കേബേജ് പറ്റിപ്പോയാൽ നീറുന്നാൽ മാത്രമേ നമുക്ക് ഉഷാറുള്ളൂ. ഇതും കേബേജാണ്. ഇത് കോളിഫ്ലവറാണ്. കോളിഫ്ലവർ ഉഷാറാകുന്നുണ്ട്. കേബേജിന് കുറച്ച് പണിയുണ്ട്, അത് മേലോട്ട് വരാൻ. അതായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഉഷാറില്ല. ഇത് കണ്ടില്ലേ? കണ്ട, ഇതാണ് ഇതിനകത്തെ ഇത് കണ്ട ബീറ്റ്റൂട്ട്. ഇത് കണ്ട, ഇതിന് മുമ്പേ നട്ട ബീറ്റ്റൂട്ടാണ്. ഇത് കണ്ട, ഈ മുമ്പിൽ നട്ട ബീറ്റ്റൂട്ടാണ്. ഇത് കണ്ടില്ലേ? അത് കായ് ഉണ്ടായി തുടങ്ങി. ഇതാണ് ഞാനിപ്പോൾ നട്ടത് ഈ സോപ്പിൻ്റെ ബാഗിൽ. അതും കൂടി നിങ്ങളൊന്ന് കാണിച്ചു തരാൻ വെച്ചിട്ടാണ്. ഇനിയിപ്പോൾ ഇത്രയേ ഉള്ളൂ. നാളെ വേറെ വീഡിയോ ആയിട്ട് വീണ്ടും വരും. നന്ദി, നമസ്കാരം, ഗുഡ് ബൈ. ഓക്കെ, ബൈ. എല്ലാവരും വീഡിയോ കാണും, സബ് ചെയ്യാത്തവർ സബ് ചെയ്യുക, പിന്നെ ലൈക്ക് ചെയ്യുക, ഹൈപ്പ് അടിക്കുക. എല്ലാവരും സപ്പോർട്ടാണ് എനിക്ക് മുന്നോട്ട് പോകാനുള്ള വഴി. അത് നിങ്ങളെല്ലാവരും ചെയ്യണം. നല്ല വീഡിയോ ആയിട്ട് നാളെ നോക്കിയാൽ മുന്നോട്ട് വരും. ഇനി ഇത്രയേ ഉള്ളൂ. വേറെ വീഡിയോ ആയിട്ട് വീണ്ടും നന്ദി, നമസ്കാരം, ഗുഡ് ബൈ.